പുതിയ അധ്യയന വർഷ ആരംഭത്തിൽ കുട്ടികളുടെ സുരക്ഷയ്ക്കും അപകടങ്ങൾ കുറയ്ക്കുന്നതിനുമായി കായംകുളം ട്രാഫിക് പോലീസ് സ്റ്റേഷന്റെ ആഭിമുഖ്യത്തിൽ സ്കൂൾ വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാർക്കും ആയമാർക്കും വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ ചുമതലയുള്ള അധ്യാപകർക്കും കർശനമായ ഗതാഗത മാർഗങ്ങൾ പാലിച്ചുകൊണ്ട് സുരക്ഷിതമായ അധ്യയന വർഷം ഉറപ്പാക്കുന്നതിനായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. വിവിധ സ്കൂളുകളിൽ നിന്നുമായി 150ഓളം പേർ പങ്കെടുത്തു. കായംകുളം പോലീസ് ഇൻസ്പെക്ടർ അരുൺ ഷാ ബോധവൽക്കരണ ക്ലാസ് ഉദ്ഘാടനം ചെയ്തു. ഡ്രൈവേഴ്സിന് അപ്പോൾ അദ്ദേഹം നോക്കേണ്ടത് എല്ലാവർക്കും ലൈസൻസ് ഉണ്ടാവും. ആ ലൈസൻസ് വാലിഡ് ആവണം. എൻ്റെ ലൈസൻസ് കാലാവധി കഴിയാൻ പോവുകയാണ്, അങ്ങനെയാണെങ്കിൽ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, അത് പുതുക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ ഈ കാര്യങ്ങൾ സേഫ്റ്റി ഓഫീസേഴ്സ് എത്ര പേരുണ്ട് ഈ മീറ്റിങ്ങിൽ? സേഫ്റ്റി ഓഫീസേഴ്സ് എല്ലാ സ്കൂളിലെ സേഫ്റ്റി ഓഫീസേഴ്സ് ഉണ്ടോ? എല്ലാവരും അധ്യാപകരാണല്ലോ. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ സ്കൂളിൽ ആകെ എത്ര വാഹനങ്ങളുണ്ട്? സ്കൂളിലെ വാഹനങ്ങൾ ഇപ്പോൾ 3 രീതിയിലുള്ള വാഹനങ്ങളുണ്ടാകും. ഒന്ന്, സ്കൂളിന് നേരിട്ട് വാഹനങ്ങളുണ്ടാവും, സ്വന്തമായിട്ടുള്ള വാഹനങ്ങൾ. അതുകൂടാതെ രക്ഷകർത്താക്കളെല്ലാം ഒരു ഏരിയയിൽ നിന്ന് ഏതെങ്കിലും പ്രൈവറ്റ് വാഹനങ്ങൾ സംഘടിപ്പിച്ചിട്ട് അവിടെയുള്ള കുട്ടികളെ എത്തിക്കുന്ന വാഹനങ്ങളുണ്ടാവാം. പിന്നെ ഇൻഡിവിജ്വലായിട്ട് രക്ഷകർത്താക്കൾ അല്ലെങ്കിൽ ഏതെങ്കിലും ബന്ധുക്കൾ കുട്ടികളെ സ്ഥിരമായിട്ട് സ്കൂളിൽ കൊണ്ടാക്കുന്ന വാഹനങ്ങളുണ്ടാവാം. പിന്നെ പ്രൈവറ്റ് ബസ്, മറ്റുള്ള KSRTC പോലുള്ള മറ്റ് വാഹനങ്ങളെ ആശ്രയിച്ച് വരുന്ന കുട്ടികളുണ്ടാവാം. അതുകൂടാതെ നടന്നു വരുന്ന കുട്ടികളുണ്ടാവാം. പിന്നെ സ്വന്തം സൈക്കിളോ ലൈസൻസ് വേണ്ടാത്ത വാഹനങ്ങളോ ഉപയോഗിച്ച് വരുന്ന കുട്ടികളുണ്ട്. അപ്പോൾ നമ്മുടെ സ്കൂളിൽ ടോട്ടൽ 100 കുട്ടികൾ ഉണ്ടെങ്കിൽ ഈ 100 പേരും എങ്ങനെയാണ് സ്കൂളിൽ എത്തുന്നത് എന്നുള്ള കാര്യം നമ്മൾ കൃത്യമായിട്ട് ഈ സേഫ്റ്റി ഓഫീസറിന്റെ അക്കൗണ്ടിൽ ഉണ്ടാവണം. ട്രാഫിക് SHO ആനന്ദകുമാർ സ്വാഗതവും SI വിനോദ് കുമാർ, അസിസ്റ്റന്റ് പോലീസ് സബ് ഇൻസ്പെക്ടർമാരായ S സന്തോഷ്, സുനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കായംകുളം.